ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മൂന്നാർ പോവാണ്. നമ്മുടെ SKV ഇൻസൈറ്റ്സിൻ്റെ ഫസ്റ്റ് ട്രാവൽ വ്ളോഗ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഒരു സോളോ ട്രിപ്പ് ചുമ്മാ ഒന്ന് പ്ലാൻ ചെയ്തതാണ്. വെക്കേഷനൊക്കെ അല്ലേ, ഒന്ന് പൊളിച്ച് മൂന്നാറൊക്കെ പോയി ഒന്ന് പൊളിച്ചിട്ട് വരാം. ഞാനിതാ നമ്മൾ ബുക്ക് ചെയ്ത ഓട്ടോറിക്ഷ തിരികെയാണ്. വൈറ്റില ഹബ്ബിൽ നിന്നാണ് നമുക്ക് ബസ്സുള്ളത്. അപ്പോൾ ഇവിടുന്ന് അടിമാലി മൂന്നാർ ബസ് കയറണം. അപ്പോൾ അങ്ങനെ മൂന്നാർ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ തിരികെയാണ് വൈറ്റില ഹബ്ബിൽ. ആക്ച്വലി KSRTC ഒക്കെ ബുക്ക് ചെയ്തിട്ടായിരുന്നു ഗൈസ്. പക്ഷേ 5:45 എത്തേണ്ട KSRTC ഇതുവരെ എത്തിയിട്ടില്ല. സമയം 7 മണിയായി, ഇതുവരെ ഹബ്ബിൽ എത്തിയിട്ടില്ല. ഞാൻ 4 മണിക്ക് കണ്ടക്ടറോട് വിളിച്ച് നോക്കിയപ്പോൾ 1 മണിക്കൂർ ഡിലേ ആവുമെന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് ഞാൻ 6:45 ആയപ്പോൾ ഇവിടെ എത്തിയത്. ഇപ്പോഴും എത്തിയിട്ടില്ല. ജസ്റ്റ് ഞാനിപ്പോൾ വിളിച്ചൊക്കെ നോക്കി. അപ്പോൾ പറയുന്നത് ഇപ്പോൾ ചേർത്തല എത്തിയിട്ടുള്ളൂ, 7 മണിയായിട്ടുള്ളൂ, ചേർത്തല എത്തിയിട്ടുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അവസ്ഥ. ഞാനിപ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയിരിക്കുകയാണ്. എന്നാലും അതൊരു നല്ല സമയത്ത് എത്തുള്ളൂ. ഇതൊരു 7:10 ആകുമ്പോൾ ഇവിടെ നിന്ന് എടുക്കും. എന്നാലും എനിക്ക് ആ ഒരു സമയം നമുക്കൊരു മാക്സിമം എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് വൈകുന്നേരം വരെ ആവുള്ളൂ KSRTCക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും യാത്ര ഇവിടെ തുടങ്ങുകയാണ്. കൃത്യം 7:10 തന്നെ ഹബ്ബിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ മൂന്നാർ എത്തിയിരിക്കുകയാണ്. നല്ലൊരു 4 മണിക്കൂർ യാത്രയായിരുന്നു എറണാകുളത്ത് നിന്ന്. അത്രയും വരാറില്ല സാധാരണ, അറിയാലോ, നല്ല ട്രാഫിക്കാണ്. ഇപ്പോൾ December 20 മുതൽ നല്ല ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വെക്കേഷൻ ടൈമല്ലേ, നല്ല ബുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഞാനിപ്പോൾ എൻ്റെ ഹോസ്റ്റലിലേക്ക്, ഞാൻ അവിടെയാണ് ഹോസ്റ്റലിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബസ് ഇറങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഇനി അവിടെ എത്തിയിട്ട് ഹോസ്റ്റലും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു തരാം. നല്ല കിഡിലൻ വ്യൂ ആണ് കേട്ടോ ഇവിടെ. കിഡിലൻ വ്യൂ ആണ്, കിഡിലൻ വ്യൂ. പക്ഷേ ആ ദൂരെ കാണുന്ന ആ ബിൽഡിംഗ് കണ്ടോ, ആ നേരെ കാണുന്നത് അവിടേക്കാണ് ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നടക്കാനുണ്ട്, കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്. പക്ഷേ അതിൻ്റെ ബാക്കിൽ കാണുന്ന വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കാൻ പോകുന്ന ഹോസ്റ്റല്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലമാണ്. സോളോ ട്രിപ്പായിട്ട് വരുന്നവർക്കോ അല്ലെങ്കിൽ ഗ്യാങ് ആയിട്ട് വരുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഇവിടെയാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. നമ്മൾ ഓൾറെഡി ചെക്കിനൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് റൂമിലോട്ട് പോകാവുന്നതാണ്. ഇത് ഹോസ്റ്റലിൻ്റെ റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്. ഇവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടായിരിക്കും നമ്മൾ റൂമിൽ പോകുന്നത്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഡിന്നറിൻ്റെയും സമയമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ച് നമുക്ക് റൂം ഒന്ന് കാണാം. പൊറോട്ട നല്ല ഹാർഡായിരുന്നു കേട്ടോ, എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മൾ റൂമിലെത്തിയിരിക്കുകയാണ്. 6 മെമ്പേഴ്സിൻ്റെ ഡോർമെറ്ററിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ അത്യാവശ്യം ഫെസിലിറ്റീസും കാര്യങ്ങളും ഞാനൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കാവുന്ന സ്പേസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, ഒരു 3-4 ബാഗൊക്കെ ഉള്ളൂ. പിന്നെ അതേപോലെ ഇവിടെ ഉള്ള നമുക്കൊരു പെർ ബെഡിൽ നമുക്കുള്ള സൗകര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു പ്ലഗ് പോയിൻറ്റും ഉണ്ടാവും, ഒരു ലൈറ്റും ഉണ്ടാവും. പിന്നെ ഇതാ ബാൽക്കണിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല കിട്ടിലൻ ഒരു വ്യൂ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ബാത്റൂമിൻ്റെ കാര്യം പറഞ്ഞാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ബാത്റൂം തന്നെയായിരുന്നു. അത്യാവശ്യം നീറ്റായിരുന്നു. വലിയൊരു ഡോർമെറ്ററി ആണെന്ന് വെച്ചാൽ അത്ര വൃത്തികേടൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നീറ്റായിട്ടൊരു ബാത്റൂം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഓരോ ഫ്ലോറിലും ഇതേപോലെ കുറച്ച് സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാം, അതേപോലെ ഇവിടെ നമുക്ക് ഇരുന്ന് എന്തെങ്കിലും ബുക്ക് വായിക്കാനോ ആ ഒരു സ്പേസാണ്. നല്ല വ്യൂ ആണ്, പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടും. ഇനി ഇത് ഇവരുടെ ഒരു ഗെയിമിംഗ് ഏരിയ ആണ്. അത്യാവശ്യം കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മുടെ പൂൾ ഗെയിം കളിക്കാനുള്ള ഒരു ബോർഡും അതിൻ്റെ സ്റ്റിക്ക് ബോൾസ് എല്ലാം കാര്യങ്ങളുണ്ട്. പിന്നെ ഇതാ ഫുട്ബോൾ കളിക്കാം. ഇത് നമ്മൾ ഫുട്ബോൾ പോലെ തന്നെ ഉള്ള ആ ഒരു ഗെയിം നമുക്കിവിടെ കളിക്കാവുന്നതാണ്. പിന്നെ ബ്രിക്സ് എല്ലാം നമ്മോട് അടുക്കി വെച്ച ഗെയിമിൻ്റെ പേര് എനിക്കറിയില്ല ആക്ച്വലി, ബട്ട് അത് അടുക്കി വെച്ച് നമ്മളിത് ഓരോന്നും എടുക്കുന്ന ആ ഒരു ഗെയിം വീഴാതെ ആ ഒരു ഗെയിം. പിന്നെ ലൂഡോ,
ലൂഡോ കളിക്കാനുള്ളൊരു ബോർഡും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഒരു നെറ്റ്, നമുക്ക് ഈവനിങ് സമയത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി കാണാം, നമുക്ക് ഓരോ വർത്തമാനം പറയാനും ആ ഒരു എക്സ്പീരിയൻസ് അവരൊന്ന് ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്ന സ്റ്റേഴ്സ്. പിന്നെ അതേപോലെ ഫിറ്റ്നസ് ഫ്രീക്കിനൊക്കെ പറ്റിയൊരു സ്പേസ് തന്നെയാണ്. ജിമ്മിന് വേണ്ടിയുള്ള അത്യാവശ്യം വെയിറ്റഡ് ഉള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു പെറ്റ്സും കാര്യങ്ങളൊക്കെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും സംസാരിച്ചിരിക്കാൻ പറ്റിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് ഇത്. പിന്നെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്പേസും കൂടിയുണ്ട്. അതായത് ഇതിന് പുറത്ത് നമ്മുടെ ക്യാമ്പ് ഫയർ നടക്കുന്നൊരു സ്ഥലമുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇവിടെ മോസ്റ്റ്ലി ഒരു 10:30 ഒക്കെ ആകുമ്പോഴാവും ക്യാമ്പ് ഫയർ ഉണ്ടെങ്കിൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ നല്ലൊരു ഇതാണ്. പിന്നെ പുറത്തോട്ടുള്ള വ്യൂവും നല്ല രസമുള്ള, നല്ല കിട്ടില്ല ആംബിയൻസുള്ളൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത്. ഇനി ഈ ബാൽക്കണിയോട് ചേർന്ന് തന്നെ ഈ ഒരു സ്പേസ് കണ്ടോ, താഴ്ന്നൊരു ബുക്ക് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു കോഫി കൊണ്ടുവന്നോ ഈ ഒരു വ്യൂ കണ്ട് ആസ്വദിച്ച് ആ ഒരു കോഫി കുടിക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോം മടുത്തിരിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ സ്പേസാണ് ഇനി കാണാൻ പോകുന്നത്. ഒരു ചേഞ്ചിന് വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സ്പേസ് നമുക്ക് കിട്ടുന്നതാണ്. വൈഫൈ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഇനി ഞാനൊന്ന് പുറത്തു പോവാണ്. മൂന്നാർ ഇവിടെ ഒന്ന് വന്നിട്ട് പുറത്തു ചുമ്മാ ഒന്ന് കറങ്ങി തിരിച്ചു വരാമെന്നുള്ളൊരു പരിപാടിയാണ്. നാളെ രാവിലെ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ പ്ലാൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഹോസ്റ്റലിൽ ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഞാൻ ഈ ഹോസ്റ്റലിനെ കുറിച്ച് കുറച്ച് കാര്യം പറയാം. ആക്ച്വലി ഞാൻ ഈ ഹോസ്റ്റലിൽ ബുക്ക് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു സോളോ ട്രിപ്പ് പോലെ കുറച്ച് കാലമായി ആഗ്രഹിക്കുന്നത്, വരണം, കുറച്ച് ദൂരം ട്രാവൽ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് ആണ് ഈ ഒരു ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളും ഒക്കെ എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയത്. സോ ഫൈനലി ഞാനിവിടെ കഴിഞ്ഞ വർഷം ഒരു പ്രാവശ്യം വന്ന് താമസിച്ചു. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളും. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്പോർട്സിലൊക്കെ പോകാനുള്ള അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട്. അതേപോലെ വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന സ്പോട്ടിൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിട്ടിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഹൈബ്രിഡ് മോഡൊക്കെ ഇരിക്കുന്നവർ IT പ്രൊഫഷണൽസിന് അറിയാൻ പറ്റും. അങ്ങനെയുള്ളവർക്കൊക്കെ വന്ന് ഇവിടുന്ന് വർക്ക് ചെയ്യാം. ഒരു ചേഞ്ച് ആവും, വീട്ടിലിരിക്കുന്നവർക്ക് ഒരു ചേഞ്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും നല്ല രസമാണ് ഇവിടുന്ന് വർക്ക് ചെയ്യാം, കാരണം നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഒരു ഗുണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഹോസ്റ്റലിൽ എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സോളോ ആണെങ്കിൽ അറിയാലോ, നമുക്ക് വലിയ റൂമോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല, വലിയ AC റൂമിൻ്റെ ആവശ്യമേ വരുന്നില്ല മൂന്നാർ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പോലെ ഡോർമെറ്ററി സെറ്റപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് ഒരു ഇപ്പോൾ സീസൺ ടൈം ആകുമ്പോൾ ഒരു 900 റുപ്പീസൊക്കെ വരും പെർ ബെഡ്. അത് അല്ലാതെ ഒരു 699 ആ ഒരു റേഞ്ചൊക്കെ വരുന്നുള്ളൂ തോന്നുന്നു, കാരണം ഓഫ് സീസണിൽ. അപ്പോൾ അതൊക്കെയാണ് ഒരു പ്രത്യേകത ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാലുള്ളത്. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പായിട്ടും വരാം. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഗ്രൂപ്പായിട്ട് മറ്റു റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഒരുമിച്ചൊരു ഡോർമെറ്ററി ബുക്ക് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിട്ട് താമസിക്കാം. അതൊക്കെയാണ് ഇതിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഗൈസ്, ഒരു വാക്കിന് ഇറങ്ങിയതാണ്. നല്ല കയറ്റായിരുന്നു കേട്ടോ ഹോസ്റ്റലിന് ഇവിടെ വരെ. അപ്പോൾ ചുമ്മാ ഒരു വാക്ക്. നാളെയും മറ്റന്നാളും ഞാനിവിടെ ഉണ്ട്. മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. എന്തായാലും നോക്കാം. നേരത്തെ എണീക്കണം, അതാണ് ഏറ്റവും വലിയൊരു ചടങ്ങ്. 3 മണിക്ക് ഇവിടുന്ന് പോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല തണുപ്പായിട്ടുണ്ട്, ഒരു ചായ കുടിച്ചു നോക്കാം. ഈ ഹോസ്റ്റലിരിക്കുന്നത് പള്ളിവാസൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അതിനോട് ചേർന്ന് വളരെ കുറച്ച് ഷോപ്സ് മാത്രമേ ഉള്ളൂ. ഒരു ചായ ഇല്ലാതെ പറ്റില്ല ഗൈസ്, നല്ല തണുപ്പ്. എനിക്ക് അങ്ങനെ പോയാൽ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഒരു -ഡിഗ്രിയിലോട്ട് ഷുവറാണ്. അത്ര തണുപ്പുണ്ട് ഇപ്പോൾ. ഉച്ചയ്ക്ക് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 4 മണി ഒക്കെ ആയപ്പോൾ തന്നെ തണുപ്പ് ഭയങ്കരമായിട്ട് കൂടി തുടങ്ങി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാവിലത്തെ കാര്യം ഇനി നാളത്തെ രക്ഷയുണ്ടാവില്ല. ഈ കഴിഞ്ഞ തവണ മൂന്നാർ പോയപ്പോൾ എന്താണ്ടായെന്ന് വെച്ചാൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു കൊക്കമലയിൽ. അതുകൊണ്ട് സൺറൈസ് ഒന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ അത് പ്ലാൻ ചെയ്ത് സെറ്റാക്കിയിട്ട് വന്നത്. കഴിഞ്ഞ തവണ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതെല്ലാം കൂടി പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. നോക്കാം നമുക്ക്. വാവ്, നല്ല സൂപ്പർ ഡെക്കറേഷൻ, നല്ല കിഡിലായിരുന്നു കേട്ടോ, പൊളി. ആക്ച്വലി ഇതൊരു പ്രീമിയം ലെവൽ ഹോട്ടൽ തരുന്നൊരു ഫീലൊക്കെ ഇപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല, സൂപ്പർ.
അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ നടന്നൊക്കെ വന്നിട്ട് കുറച്ച് നേരം ഹോസ്റ്റലിൽ ഇരുന്നിട്ട് കുറച്ച് നേരം നമ്മുടെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു, അബൈ ഫ്രം ബീഹാർ. ഞങ്ങൾ കുറച്ച് നേരം ഫൂട്ബോളും പൂൾ ഗെയിമൊക്കെ കളിച്ച് അങ്ങനെ ഇരുന്നു. കുറച്ച് നേരം അവിടെ കുറച്ച് പേര് പാട്ട് പാടുന്നുണ്ടായിരുന്നു. ക്യാമ്പ് ഫയർ ഉണ്ടോയെന്ന് അറിയില്ല, ഇനി 10 മണിക്ക് ശേഷമാണ് ക്യാമ്പ് ഫയർ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുക. എനിവേ നമുക്ക് ആളെ കൂടി ഒന്ന് പരിചയപ്പെടാം. അബൈ, യു ഫ്രം ഫ്രം ബീഹാർ. അബൈ ആക്ച്വലി വർക്ക് ചെയ്യാണ് വാൽമാർട്ടിൽ, ടെക്കിനെയാണ്. ഹൗ മെനി ഡേയ്സ് വിൽ ബി ഹിയർ? I'm here for 2 days. 2 days. Yeah. You coming from Cochin, right? Yeah, I was in Fort Kochi before this. Before that, I was in Varkala and then in LP. നൈസ്. ആള് ഫസ്റ്റ് വർക്കലയിൽ പോയി, അതിനുശേഷം അത് കഴിഞ്ഞ് ഫോർട്ട് കൊച്ചി, അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ മൂന്നാർ എത്തിയിരിക്കുകയാണ്. വാട്ട്സ് യുവർ നെക്സ്റ്റ് സ്റ്റേഷൻ? Next destination, I'm going back to Bangalore. തിരിച്ചു പോവുകയാണ് ബാംഗ്ലൂരാണ് വർക്ക് That is ചെയ്യുന്നത്. the end of my journey. യെസ്. അപ്പോൾ ആളിത് കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. അത്യാവശ്യം നമ്മുടെ ആലപ്പി, വർക്കല, നമ്മുടെ അതേപോലെ ഫോർട്ട് കൊച്ചി ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തു. എല്ലായിടത്തും ഹോസ്റ്റലിലൊക്കെയാണ് നിന്നിട്ട് വർക്കല പിന്നെ ക്ലിഫ് എല്ലാം കണ്ടു എന്ന് പറഞ്ഞു. ആൾ ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി. ഞാനിവിടെ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇതുപോലെ കുറച്ച് ആൾക്കാരെ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടിരുന്നു. ഈ സോളോ ട്രിപ്പ് ഞാൻ ചെയ്യുന്നതിൻ്റെ പ്രധാന ഒരു ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ്. പുതിയ ആൾക്കാരെ പരിചയപ്പെടാം, പുതിയ ഡെസ്റ്റിനേഷൻ. കാരണം നമുക്ക് എപ്പോഴും എന്താ വെച്ചാൽ പുതിയൊരു സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി എനിക്ക് കുറച്ചുകൂടി സോളോ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നും. മൂന്നാറിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് പോകാൻ പറ്റിയ ഡെസ്റ്റിനേഷൻസും ഉണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ജസ്റ്റ് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് കഴിച്ചു, അതുമാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇനി നേരെ പോയി കിടന്നുറങ്ങണം. ആക്ച്വലി സമയമായി. ഇപ്പോൾ കിടന്നാൽ രാത്രി 3 മണിക്ക്, രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കണം. 3:30 ഇവിടുന്ന് ജീപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് പോകണം, കുറച്ച് ദൂരമുണ്ട്. തിരിച്ചെന്തായാലും ഒരു 9:30 ആകുമ്പോൾ എത്തുള്ളൂ. രാവിലെ അവിടെ ഒരു 5:30 മുക്കാലാകുമ്പോൾ എത്തണം. അതുകൊണ്ട് 3:30 ഇറങ്ങിയാലേ പറ്റുള്ളൂ. അപ്പോൾ അതാണ്. അത് കഴിഞ്ഞ് വന്നിട്ടായിരിക്കും അടുത്ത ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുന്നത്. 1-2 ഡെസ്റ്റിനേഷൻ മനസ്സിലുണ്ട്. നമുക്ക് നമ്മുടെ ആ സമയത്തിനനുസരിച്ച് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും പോയി കിടന്നുറങ്ങട്ടെ, ഇല്ലെങ്കിൽ എണീക്കൂല. അപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലം സൈൻ ഓഫ്. നാളെ കാണാം.